ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു. എന്നാൽ ഹനിയയുടെ വധത്തിനു പിന്നിൽ ഇസ്രായേൽ സീക്രട്ട് ഏജന്റായ മൊസാദ് തന്നെയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ വെച്ച് ബുധനാഴ്ച രാവിലെയാണ് ഹനിയ കൊല്ലപ്പെട്ടത്. മൊസാദിന്റെ അമ്പരപ്പിക്കുന്ന ഓപ്പറേഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനായിരുന്നു ഹനിയ. നെതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയ മൊസാദ് മാസങ്ങളായി ഹനിയയ്ക്ക് പിന്നാലെയായിരുന്നു. എന്നാൽ ഹനിയ ഇടയ്ക്കിടെ വാസസ്ഥലം മാറ്റുന്നതിനാൽ അത്ര വേഗത്തിൽ മൊസാദിന്റെ നിരീക്ഷണ വലയത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഹമാസിൽ നിന്ന് തന്നെയുള്ള ഹനിയയുമായി അടുത്തു നിൽക്കുന്ന ഒരു പ്രവർത്തകനെ മൊസാദ് വിലക്കെടുത്തത്. ഇയാളിലൂടെ മാസങ്ങളായി ഹനിയ മൊസാദിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്നാണ് ഇറാനിൽ വെച്ച് വധിക്കാൻ പദ്ധതിയിട്ടത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഹനിയ തെഹ്റാനിലെത്തിയത്. ഹനിയയുടെ വാസസ്ഥലം കൃത്യമായി മൊസാദിന് ചോർത്തി കിട്ടുകയും ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയതിനാൽ ഇനി വാസസ്ഥലം മാറില്ലെന്ന പൂർണ്ണ ബോധ്യം വന്നതോടെയാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് മുമ്പ് തന്നെ വിവരങ്ങൾ ചോർത്തി നൽകിയ ഹമാസ് പ്രവർത്തകനെ സ്ഥലത്തു നിന്നും മൊസാദ് മാറ്റിയിരുന്നു. അതിനുശേഷമായിരുന്നു ഓപ്പറേഷൻ. ഇയാളെ ഇസ്രായേൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുമ്പ് ഇറാന്റെ നിയുക്ത പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി ഹനിയ ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ ഓപ്പറേഷനിലൂടെ ഇറാന് കൂടി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മൊസാദ്. മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വധത്തിന് പിന്നിലും മൊസാദ് ആണെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഹനിയയുടെ മരണത്തോടെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായി. ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഹനിയായിരുന്നു. നേരത്തെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയയുടെ മക്കളും കൊച്ചുമക്കളും കൊല്ലപ്പെട്ടിരുന്നു. 1987-ലാണ് ഹനിയ ഹമാസിന്റെ ഭാഗമായത്. ഹനിയയെ 89-ൽ ഇസ്രായേൽ ജയിലിലടച്ചിരുന്നു. 3 വർഷത്തിന് ശേഷമാണ് മോചിപ്പിച്ചത്. പിന്നീട് 92-ൽ ലെബനനിലേക്ക് നാടുകടത്തി. 1 വർഷം കഴിഞ്ഞ് ഹനിയ പലസ്തീനിൽ തിരിച്ചെത്തി. 2003-ൽ ഇസ്രായേൽ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നു. അന്ന് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. 2006-ൽ ഹനിയയെ പലസ്തീൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തിരുന്നു. 2017-ലാണ് ഹനിയ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവനായി ചുമതലയേറ്റത്. 62-കാരനായ ഹനിയ 2023 മുതൽ ഖത്തറിലായിരുന്നു താമസം.